നാലാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നാളെ വരാനിരിക്കുന്നത്. ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ തന്നെ നോക്കാം. ആദ്യം വിധിയെഴുതുന്നത് 10 സംസ്ഥാനങ്ങളാണ് ആദ്യം വിധിയെഴുതുക. 96 മണ്ഡലങ്ങളിലായി 10 സംസ്ഥാനങ്ങൾ വിധിയെഴുതുമ്പോൾ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട, കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ, മെഹുവ മൊയ്ത്ര എന്നിവരാണ് ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുള്ള പ്രധാന സ്റ്റാർ കാൻഡിഡേറ്റുകൾ. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തെയും എത്ര മണ്ഡലങ്ങളിലാണ് വിധി എഴുതാൻ പോകുന്നത് എന്ന കണക്കുകൾ കൂടി പരിശോധിച്ചു വരാം. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു അടുത്ത നാലാം ഘട്ടത്തിൽ. തെലങ്കാനയിൽ 17, ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ വിധിയെഴുതുന്നത് 11 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ. മധ്യപ്രദേശിലേക്ക് വന്നാൽ 8 മണ്ഡലങ്ങളും, ബംഗാളിൽ 8 മണ്ഡലങ്ങൾ, ബീഹാറിൽ 5, ഒഡീഷയിൽ 4, ജാർഖണ്ഡ് സംസ്ഥാനത്ത് 4 മണ്ഡലങ്ങൾ, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുമാണ് നാളെ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ, അതായത് പോയ വർഷത്തെ 2019 കക്ഷി നില കൂടി പരിശോധിച്ച് വരാം. NDA 49 സീറ്റുകളിൽ, BJP 42 സീറ്റുകളിൽ, TDP 3, ശിവസേന 2, JDU 1, LJPക്ക് ലഭിച്ചതാവട്ടെ 1. ഇത്തരത്തിലായിരുന്നു 2019 കക്ഷി നില. അതിൽ ഓരോ കക്ഷികളെയും സഖ്യവൈസായി നോക്കിയാൽ ഇന്ത്യ സഖ്യത്തിന് 12 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 6 സീറ്റുകളായിരുന്നു ലഭിച്ചത്. തൃണമൂൽ കോൺഗ്രസ് 4ലേക്ക് ഒതുങ്ങി, NCPക്ക് 1, നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് 1. ഇത്തരത്തിലായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ കക്ഷി നില വന്നത്. ഇനി മറ്റുള്ള പാർട്ടികളുടെ കണക്കുകൾ കൂടി നോക്കിയാൽ YSR കോൺഗ്രസിന് 25, BJD 2, BRS 50, AIMIM 2 സീറ്റുകളിൽ വിജയിച്ചു വന്നു. ഈ കണക്കുകളും ചരിത്രത്തിൻ്റെ പിന്നോക്കത്തോടെ പൊളിച്ചെഴുതാമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഓരോ മുന്നണികളും ഓരോ പാർട്ടികളും ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.